ഈ വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ വേറെ ലെവലെ പരിപാടിയാണ്. കീശേന്ന് കുറച്ച് ക്യാഷ് ചിലവാകും, പക്ഷെ മനസ്സുഖം കിട്ടും, നല്ല മനസ്സുഖം കിട്ടും. അതേപോലെ കുറേ ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക്. ഈ വണ്ടി എടുത്ത് ഇങ്ങനത്തെ റയർ വണ്ടികൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് കുറേ ബന്ധങ്ങൾ ഉണ്ടാവും. അവിടെ ഇവിടെ എവിടെ പോയാലും പെട്ടാലും സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അതേപോലെ വണ്ടി എവിടെ കൊണ്ട് നിർത്തിയാലും നോക്കാൻ ആൾക്കാരുണ്ടാവും. അതേപോലെ നമുക്ക് മനസ്സുഖത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടി ഇപ്പം ഏകദേശം 44 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചത് ഇതിന് വണ്ടിയുടെ ബില്ലാണ്, അന്ന് ഇറങ്ങിയ സമയത്തുള്ള ബില്ലാണ്. അത്രയും ഭദ്രമായിട്ട് വെച്ചാണ്. ഇതതിൻ്റെ ഫസ്റ്റത്തെ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഒക്കെ പണ്ട് ഇങ്ങനെ വരിക, അത് കാണുന്ന രീതിയിൽ 80 മുതൽ 81 വരെ എന്നുള്ള ഇൻഷുറൻസ്. വണ്ടിൻ്റെ ബില്ല്, വണ്ടിക്ക് അന്ന് വരുന്ന വില 7256 റുപ്യയും 14 പൈസയാണ് വണ്ടിൻ്റെ വില. പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ തന്നെ ഉണ്ട്. ബാറ്ററി അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിന് എല്ലാത്തിനും കൂടി കൂട്ടിയിട്ട് ഒരു 725 റുപ്യ. ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്, അതിന് 25 റുപ്യ. വണ്ടിക്ക് ടോട്ടൽ 8006 റുപ്യയും 75 പൈസയും വണ്ടീൻ്റെ ചിലവ്. അതേപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്, ലഗേജ് കാരിയർ 80 റുപ്യ. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് ആഡ് ചെയ്ത് 80 ഒരു 78 റുപ്യൻ്റെ ഒരു സ്പെയറും കൂടി എന്തോ ആഡ് ചെയ്തിന്. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. ഈ മനസ്സുഖം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ വാങ്ങുമ്പോൾ, ഏത് വണ്ടിയാലും നമ്മൾ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനത്തെ പേപ്പറുകൾ, ബാക്കിലൊരു MAT ഉണ്ട്, അതിൻ്റെ സർവീസ് ബുക്കാണിത്. ആ MAT ഞാൻ വാങ്ങിയാണ്. സിംഗിൾ ഓണർ, രണ്ടും സിംഗിൾ ഓണർ വണ്ടിയാണ്. 44 കൊല്ലം ഒരാൾ കൊണ്ടുനടന്നതാണ്. ഈ സിംഗിൾ ഓണർ വണ്ടി സർവീസ് ബുക്ക് കൂടെ ഉണ്ട് തന്നെയാണ്. ആ വണ്ടി അത്രയും ഭദ്രമായിട്ട് കൊണ്ടുനടന്ന ഒരാളുടെ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ മീറ്റർ ഒറിജിനലാണ്, ഒരു മേജർ ആക്സിഡൻറ്റ് പറ്റാത്ത വണ്ടിയാണ്. അതുകൊണ്ട് ഈ മീറ്ററൊക്കെ 44 കൊല്ലം കണ്ടിന്യൂ ആയിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു തട്ടോ മുട്ടോ ഒന്നും സംഭവിക്കാതെ പഠിക്കാം. അതേപോലെ സൈലൻസറിൻ്റെ മുകളിൽ ബാഡ്ജിങ്, അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ കമ്പനി പഞ്ചിങ് ഉണ്ടാവും കറക്റ്റ്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ എല്ലാ സ്പെയറുള്ള വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ഭയങ്കര ഫീലാണ്.